ഹായ് ശരണ്യ, മനസ്സിലായോ? ഓ, ആദ്യം തന്നെ മോക്കൊരു കൺഗ്രാചുലേഷൻസ്, അടിപൊളി. മോളുടെ റിസൾട്ട് കേരളത്തിലെ എല്ലാ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനും മാത്രമല്ല ഓൾ +2 സ്റ്റുഡൻസിനും ഹൈലി ഇൻസ്പയറിംഗ് ആട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മോളെ പഠനമൊക്കെ +1 +2 കാലഘട്ടത്തിൽ? ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ റീകളക്ട് ചെയ്യാൻ എജുപോർട്ടും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എജുപോർട്ട് ക്ലാസ് കൊണ്ട് മോക്ക് +1 +2 ഉഷാറാക്കാൻ പറ്റിയെന്ന് പറഞ്ഞ സാരം. സത്യം, അത് സത്യം പറഞ്ഞാൽ ഈ +2 ലൈഫിൽ ഒരുപാട് ഈ വർഷം ഒത്തിരി കോമ്പറ്റീഷൻസ് കാരണം കുറെ ക്ലാസ്സസ് മിസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റിയത് എജുപോർട്ടിന്റെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. എങ്ങനെയാ ശരണ്യ ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കായിരുന്നോ? ചെറിയ അംഗൻവാടി തൊട്ട് മോള് നല്ല പഠിപ്പിൽ നല്ല ഇതാണായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സുഖാണോ? സെൽസബിന്റെ എക്കണോമിക്സ് ക്ലാസ് കണ്ടിട്ട് നമുക്ക് എക്കണോമിക്സ് സെറ്റ് ആയെന്നാണ് ശരണ്യ പറയുന്നത്. ഞാൻ എജുപോർട്ടിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു റീസൺ തന്നെ സെൽസബിൻ സാറാണ്. സന്തോഷം. എന്തായാലും നല്ല മാർക്കൊക്കെ ഉണ്ടോ? എന്തായാലും ഭയങ്കര സന്തോഷം. മെന്റർ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കാര്യം അത് തന്നെയായിരുന്നു. മോളുടെ പൊളിറ്റിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്താൽ മിസ് ഇങ്ങനെ നിർബന്ധിച്ചായിരുന്നു അല്ലേ? സത്യം, കാരണം ഒരു 2 മാർക്സ് തന്നെ വേണ്ടിട്ടായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ എഴുതുന്നേ, 2 മാർക്കല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ എനിക്കെന്തോ അത് എഴുതണം എന്നുള്ളൊരു വാശിയായിരുന്നു. ടൈമിലും ഫുൾ സപ്പോർട്ടായിട്ട് ഹനാൻ മാം ആയിരുന്നു. ഈ മോളെ അടുത്ത പ്ലാൻ എന്താ? ആഫ്റ്റർ +2 എന്താ മോള് പ്ലാൻ ചെയ്യുന്നത്? ഞാനിപ്പോ അഡ്മിഷൻ എടുത്തു, BA എക്കണോമിക്സിന് അഡ്മിഷൻ എടുത്തു. ഇവിടെ അടുത്ത് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ. അടിപൊളി സൂപ്പർ. എജുപോർട്ടിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതോട് മോക്ക് എന്താ പറയാനുള്ളത്? അതെ, ജോയിൻ ചെയ്തവരോട് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ എജുപോർട്ടിന് ഫുൾ സപ്പോർട്ടും ഒരു കുറവും നിങ്ങൾക്ക് വരുത്തുന്നില്ല. ഫുൾ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അത് കറക്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ മാർക്ക് ആർക്കായാലും നേടാൻ പറ്റും. മോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആണ്. ഇത്രയും നല്ല അടിപൊളി മാർക്ക് മോള് വാങ്ങി. അപ്പൊ ഇതേ ഒരു മൊമെന്റ് മോള് ഹയർ സ്റ്റഡീസിന് കീപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ സാർ, വിളിച്ചതിൽ തന്നെ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു സാർ. ഓക്കെ, ബൈ.